സജീവൻ, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് വലിയ സംശയം ഉയരുന്ന കാലയളവാണ്. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ്, വിശേഷിച്ചും രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമനം നടക്കുന്നു. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ പൊതുജനങ്ങൾ സംശയിക്കുന്ന നിലയിലേക്ക് ഇത് മാറുന്നില്ലേ? രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ മെറിറ്റ് നിരത്തി, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അദ്ദേഹം ഈ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എന്നത് നിരത്തി മറികടക്കാൻ കഴിയുന്ന ഒന്നാണോ ഇത്? തീർച്ചയായും അല്ല. കാരണം അസിത ഇവിടെ ഈ ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള ഓഡിയോ പ്രതികരണം അത് രമേശ് ചെന്നിത്തലയുടേതാണല്ലോ. അദ്ദേഹം ആരോപണവുമായി വന്നിട്ടുള്ളത് ബംഗാളിനെ സംബന്ധിച്ചല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മനോജ് അഗർവാളിനെ കുറിച്ചുള്ള ഒരു പരാതിയും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ പ്രശ്നമാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു, ഈ BJPയുടെ സീൽ എങ്ങനെ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ എത്തുന്നു, അവരുടെ ഓഫീസിലെത്തുന്നു, അതെങ്ങനെ മറ്റൊരു രേഖയിൽ പതിയുന്നു, ഇത്തരം കാര്യങ്ങളാണല്ലോ അദ്ദേഹം ചോദിച്ചത്. അതിനെക്കുറിച്ച് സംശയം ഉണ്ട്. അത് ആ സംശയം ദൂരീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ജിൻഡോ പറഞ്ഞെന്താണ്, ഇലക്ഷൻ കമ്മീഷൻ അതിന് ന്യായീകരണം നൽകി. എന്തായിരുന്നു ന്യായീകരണം? ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ അങ്ങനെ, അതിലൊരു തെറ്റുമില്ല, അത് ഓഫീസിലെ ഒരു പിഴവാണ് എന്ന് പറഞ്ഞാൽ അത് അതേപടി വിഴുങ്ങാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അത് വിഴുങ്ങിക്കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ മനോജ് അഗർവാളിനെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? അവിടെ പശ്ചിമ ബംഗാളിലും ഇതേപോലെ SIRമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എണ്ണത്തിൻ്റെ കാര്യം വ്യത്യാസം ഉണ്ടാവാം. പശ്ചിമ ബംഗാളിൽ ധാരാളം വോട്ടുകൾ SIR മുഖേന അട്ടിമറിച്ചിട്ടുണ്ടാകാം. കേരളത്തിൽ SIRന് ശേഷം ഒരു വോട്ടിൻ്റെ പോലും പ്രശ്നമില്ല എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഞാനൊരു 1000 വോട്ടിൻ്റെ കാര്യം ഇപ്പോൾ വേണേൽ പറഞ്ഞുതരാം. ഇന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന വോട്ട് അവർക്ക് പിന്നീട് വോട്ടില്ലാതായതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് SIR പ്രശ്നം ഇവിടെയുണ്ട്. ആ പ്രശ്നമാണ് ഉള്ളത്. അവിടെ അത് മനോജ് അഗർവാളാണോ രത്തൻ യു ഖേൽക്കറാണോ എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമാണ്. എനിക്കറിയാം, രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മികച്ചയാളാണ്. പക്ഷേ ആ മികച്ചയാളാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മനോജ് അഗർവാളും മികച്ചയാളായിരിക്കാം. പക്ഷേ ഇവിടെ അവർ കൈകാര്യം ചെയ്ത വകുപ്പ് എന്ന് പറയുന്നത്, അവർ കൈകാര്യം ചെയ്ത വകുപ്പ് എന്ന് പോലും പറഞ്ഞാൽ പോലെ, അവർ കൈകാര്യം ചെയ്ത സ്ഥാനം എന്ന് പറയുന്നത് സാധാരണ ഒരു IAS ഉദ്യോഗസ്ഥന് ഇരിക്കുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള സെക്രട്ടറി ആയിട്ടല്ല. ചീഫ് സെക്രട്ടറിയുടെ പദവി പോലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കോടതികളെപ്പോലെ അത് പ്രത്യേകമായിട്ട് അധികാരങ്ങളുള്ള ഒന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഈ രീതിയിൽ ആ വകുപ്പ് തന്നെ ഒരു പ്രത്യേക വകുപ്പല്ല, അത് ഒരു പ്രസ്ഥാനമാണ്. നമ്മളൊരു ഭരണഘടനയിൽ പറയുന്ന പോലെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിലിരുന്ന ഒരാളെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് 2 തവണ, ഇവിടെ പറഞ്ഞ പോലെ 2 തവണ പത്രസമ്മേളനം നടത്തിയിട്ട് ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്, കോൺഗ്രസിൻ്റെ നേതാവും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും. എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം രത്തൻ യു ഖേൽക്കറോ അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇതൊന്നും പ്രശ്നമല്ല, അതങ്ങനെ ഒരു ചെറിയൊരു അവിടുത്തെ ഒരു കടലാസ് BJP ഓഫീസിലെ ഒരു സീല് പാറി വന്നിട്ട് ഇവിടുത്തെ കടലാസിന് മുകളിൽ വീണ് പോയപ്പോൾ ഉണ്ടായ സംഭവമാണ് എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും തൊട്ടടുത്താണ് അങ്ങനത്തെ ഒരു കാറ്റ് പാറി വരുന്ന കാറ്റെന്തെങ്കിലും ഉണ്ടായോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പം ഇതാണ് പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ അദ്ദേഹത്തെ ഇതേപോലെ നിയമിച്ചാലും കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞ പോലെ ധാർമ്മികതയുടെ പ്രശ്നമാണ്. നിയമപരമായിട്ടൊരു പ്രശ്നവുമില്ല, നിയമപരമായിട്ട് ഒരു പ്രശ്നവും. പക്ഷേ ധാർമ്മികതയുടെ പ്രശ്നമാണല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം, അതായത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്നതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതുപോലും ഒരു കേരളത്തിലേക്കാൾ കുറേ കൂടി വ്യത്യസ്തമാണ് ബംഗാളിലെ സ്ഥിതി. ബംഗാളിൽ മനോജ് അഗർവാളിനെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടല്ല നിയമിച്ചിട്ടുള്ളത്, അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ്. ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്
സാധാരണ IAS അത് ഓരോ പദവിയിലേക്ക് മാറ്റാം. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആകുമ്പോൾ ആ കാര്യത്തിന് വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. ശരി. രാഹുൽ ഗാന്ധി പറയുന്ന പോലെ കൂൾ ഓഫോ കൂളിങ്ങോ ഏത് തരത്തിലുള്ള ഒരു അവസരം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഉടനെ തന്നെ വെക്കുന്നതിന് പകരം ഒരു തണുക്കാനുള്ള അവസരം അത് കൊടുക്കാതെ നിയമിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. ആ രീതിയിൽ പറയുമ്പോൾ മനോജ് അഗർവാളിൻ്റെ കാര്യത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനമാണിത്. ഇവിടെ ധാർമ്മികത തന്നെയാണ് പ്രശ്നം. ഞാൻ ഇവിടെ ഒരു തെറ്റുമുണ്ട്, മനോജ് അല്ല ഈ രത്തൻ യു ഖേൽക്കർ മോശം ഉദ്യോഗസ്ഥനാണെന്ന് നമ്മളാരും പറയുന്നില്ല. ഇപ്പം മീണയെ നിശ്ചയിച്ച പോലെ മറ്റ് നളിനി നെറ്റോയെ നിശ്ചയിച്ച പോലെയൊക്കെ അവർ ഒരു വകുപ്പിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാം. ഇത് ഒരു വകുപ്പ് പോലെയല്ല കാണേണ്ടത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമായിട്ട് കാണണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിൻ്റെ ഭാഗമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ. ആ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ മാറ്റുമ്പോൾ ഒരു IAS ഓഫീസറെ വേറൊരു സ്ഥാനത്തേക്ക് മാറ്റി എന്നതുപോലെയല്ല കാണേണ്ടത്. ഇവിടെ ഈ ആരോപണങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ബാക്കി പ്രതിപക്ഷത്തെ വിടാം, CPM-നെ വിടാം, ഗോവിന്ദ മാഷ് വിടാം, ഒക്കെ വിടാം. രമേശ് ചെന്നിത്തല പറഞ്ഞ, ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം അത് പരിഹരിക്കപ്പെടാതെ ഇവിടെ അത് പരിഹരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പോലും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പരിഹരിക്കപ്പെട്ടായിട്ടൊരു കാര്യം രത്തൻ യു ഖേൽക്കർ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു കാര്യം പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനിടയിൽ നടത്തിയ നിയമനം അതിൽ ഒരു ജനത്തിന് സംശയിക്കാവുന്ന, ഇതിനിടയിൽ നിന്ന് കള്ളക്കളി കളിച്ചു ഞാൻ പറയുന്നില്ല, പക്ഷേ ജനത്തിന് സംശയിക്കാവുന്ന ഒരു വകുപ്പ് ഒരു അവസരം സൃഷ്ടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.